ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി കാണാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് മിൽക്ക്, അത് കുറേശ്ശെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ പാൻ കേക്കായിട്ട് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായി വരും. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളൊന്ന് മറ്റ് സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് തിക്നെസ് കൂട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് തിക്നെസ് കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത്രയും എമൗണ്ട് ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇത്രയും പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇനി ബട്ടറിൻ്റെയും മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണിയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.